ആൾക്കാർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വാളാർത്താണ് ചെയ്യുന്നത്, വാളാർട്ട് എന്നുള്ള മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഗ്രെയിൻസ് അടിക്കത്തില്ലെന്ന്. ഓഫ് കോഴ്സ് ഗ്രെയിൻസ് അടിക്കും. നമുക്ക് അത്ര ഒരു റിസൾട്ട് ആ പെൻസിലിൽ നിന്ന് തരാൻ പറ്റുള്ളൂ. ആർട്ട് ബേസ് പോലും ഒരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആൾക്കാർ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ അടിച്ചുപോയി ഗൈസ്, അടിച്ചുപോയി. അങ്ങനെ ഒരു പ്രൊഫഷനിൽ നിന്നാല് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. പിന്നെ പെൻസിൽ ഞാൻ പറഞ്ഞല്ലോ ആർട്ട് ലൈൻ ആണ് ഉപയോഗിക്കുന്നത്. ലോക്കൽ സെറ്റപ്പിലുള്ള പരിപാടീസേ ഉള്ളൂ. അത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനം മേടിച്ചിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രഷർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രഷർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പരമാവധി ഒതുക്കി മാറി നിന്ന് 11 ഇഞ്ച് ഫോർത്ത് ജെൻ ഒരു 2 കൊല്ലമായി ഓൾമോസ്റ്റ് മേടിച്ചിട്ട് ലൈറ്റിംഗ് ആക്കിയിട്ടുള്ളതാണ്. സിമ്പിൾ സെറ്റപ്പില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പില് ഒരു ലൈറ്റിന്റെ സിസ്റ്റം ആക്കിയതാണ്. അല്ല ഗൈസ്, എന്റെ പേര് നിധി. ഞാൻ യൂട്യൂബിൽ അത്ര ആക്റ്റീവ് ഒന്നും അല്ലാത്തത് കൊണ്ട് എന്നെ നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂട്യൂബിൽ ആകെ ഞാൻ കുറച്ച് ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നിങ്ങൾ കാണാനും തീരെ ചാൻസ് കുറവാണ്. കണ്ടവരുണ്ടെങ്കിൽ ഓക്കെ, എന്നെ കുറിച്ച് അറിയായിരിക്കും. പിന്നെ ഇൻസ്റ്റഗ്രാമില് വലിയ റീച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ അധികം ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യണമെന്ന് കുറെ ആയി ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതിന് പറ്റിയ ഒരു കറക്റ്റ് സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊന്നുമല്ല, ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണത്. ഇങ്ങനെ ഒരു വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്റെ ബാക്ക്ഗ്രൗണ്ടിലത്തെ പിക്ചറും ഈ ഒരു പോർട്രേറ്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ആർട്ട് ബേസിലായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ആളായിരിക്കുന്നു. അതെ, ആർട്ട് ബേസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പ്രൊഫഷണലി വേറെ ആണെങ്കിലും ഇതിനകത്താണ് ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് ഇതിലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് ഇപ്പം വരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇത് എങ്ങനെ വരും, എന്തായിരിക്കും റിസൾട്ട് എന്ന് ഒരിക്കലും എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, നമുക്ക് നോക്കാലോ. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ പുറകോട്ട് കൊണ്ടുപോകണോ? ഓക്കെ, ഞാൻ വന്ന കാര്യം പറയാം. ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണോ സ്റ്റേജ് കയറി വന്നത്, ഞാൻ ആദ്യം പോർട്രേറ്റിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പം കൂടുതലും വോൾ ആർട്ട് എന്ന് പറയുന്ന കേരളത്തിൽ അധികം ക്ലിക്ക് ചെയ്യാത്ത, ഇപ്പം അത്യാവശ്യം ക്ലിക്കായി വരുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് വന്ന സ്ട്രഗിളിങ്, ഏത് സ്റ്റേജിൽ നിന്നാണ് എങ്ങനെയാണ് ഞാൻ കയറി വന്നതെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. പിന്നെ എന്റെ കാര്യവും കൂടെ ഞാൻ പറയാം കേട്ടോ. എന്നെ കുറിച്ചും എന്റെ ലൊക്കേഷനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളും പറയാം. എന്റെ പേര് നിതിന്നാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ നാട്ടിലെ പേരിനേക്കാളും കൂടുതൽ അറിയപ്പെടുന്നത് ആർട്ട് മാനർ എന്ന് പറയുന്ന എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേരിലാണ്. എന്നെ അറിഞ്ഞു വന്നത് ആ ഒരു പേരിലാണ്. കോളേജിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണെങ്കിൽ പോലും ആർട്ട് മാനർ എന്നുള്ള ആൾക്കാർ ആർട്ട് മാനർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഗൂഗിളിലും അതെ, ഇൻസ്റ്റഗ്രാമിലും അതെ, യൂട്യൂബിലും അതെ. വീട് വരുന്ന കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമമാണ്. ഇവിടെ ഇതിനെക്കുറിച്ച് ഒരു പിടിയും കിട്ടിയിട്ടില്ല. വളർത്തുന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. സംഭവം അറിഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ കോമൺലി ചെയ്യുന്നുണ്ട്. പക്ഷെ ആർട്ട് ബേസ് പോലും ഒരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആൾക്കാർ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം പഴയ ആൾക്കാർ, ഈ ആർട്ട് ബേസിലായിട്ട് പോയ ആൾക്കാർ ഒരിക്കലും ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. ആ ഒരു രീതിയിൽ തന്നെ നമ്മളും പോകുമെന്നുള്ള നല്ല പേടിയുണ്ട് ആൾക്കാർക്ക്. ഇപ്പം ആൾക്കാർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വാളാർത്താണ് ചെയ്യുന്നത്, വാളാർട്ട് എന്നുള്ള മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ വാളാർട്ടോ, ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അതെന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ ഇതിനെ വാളാർട്ട് എന്നാണോ പറയുന്നത്? അതേപോലെയാണ് ഓരോ പ്രൊഫഷനെ കുറിച്ചും ആർക്കും അങ്ങനെ വലിയ പിടിയൊന്നുമില്ല. ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ നിന്നാല് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ഒന്നും അവർക്ക് മനസ്സിലായി കിട്ടിയിട്ടില്ല. എന്നെ പ്രഷർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രഷർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പരമാവധി ഒതുക്കി മാറി നിന്ന് ഭാഗത്തുനിന്ന് കേട്ട അടുത്ത ഭാഗത്തൂടെ ഇറക്കി വിടുക എന്നുള്ള രീതിയിലായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് എന്റെ അബൌട്ട്. വീട്ടുകാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ അതൊന്നും പറയുന്നില്ല. ഇപ്പൊ ഏകദേശം എന്റെ ഒരു ബേസ് കിട്ടിയില്ലേ. എന്റെ വർക്കുകൾ കാണണമെന്ന് വിചാരിച്ചാൽ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. സോ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇൻസ്റ്റഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തേക്ക്. ഇതാണ് എന്റെ റൂമിന്റെ ഏരിയ. ഈ ഒരു ടേബിളിൽ നിന്നാണ് ഞാൻ കൂടുതലും വർക്കുകൾ ചെയ്യുന്നത്. ഇത് കൊറോണ ടൈമിൽ ക്വാറന്റൈനിൽ ഇരുന്നപ്പോൾ വരച്ച വർക്കാട്ടോ. ഓൾമോസ്റ്റ് ഒരു 5-6 കൊല്ലത്തിന്റെ പഴക്കമുണ്ട്. ഒരു ഫ്രീഡം. ക്വാറന്റൈൻ കിടക്കുന്ന തന്നെ നമ്മളൊരു ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരു അവസ്ഥയുള്ളൂ. അപ്പൊ അതിന് ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ചെയ്ത ഒരു വർക്കാണിത്. ഞാൻ ഇത് പറയാം. നോർമൽ ഒരു ടേബിളാണ്. ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ഈ ടേബിളിൽ തന്നെ
ഈ ടേബിളിൽ തന്നെ ഇവിടെ ഒരു സ്ക്വയർ, ഒരു ഐവറി ഷീറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിലായിരുന്നു വരച്ചോണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വീക്കിലി തന്നെ ഷീറ്റ് മാറ്റേണ്ടി വരും. എനിക്ക് അപ്പോൾ ആ സമയത്ത് നല്ല പോർട്രേറ്റിന്റെ വർക്കുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് അത്യാവശ്യം വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ പ്രൊഫൈൽ കണ്ടവർക്ക് അറിയാം, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അധികം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പോർട്രേറ്റ് ആണ്. പിന്നെ പയ്യെ പോർട്രേറ്റിൽ നിന്ന് മാറി വോൾ ആർട്ടിലേക്ക് കയറിയപ്പോൾ ആ രീതിയെല്ലാം മാറി. പിന്നെ പഴയ ഒരു രീതിയിലേക്ക് പോർട്രേറ്റ് വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ ചെയ്തേക്കാന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഞാൻ ചിന്തിച്ചത്. ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്നത് 2018 ടൈമിലാണ്. കോളേജിൽ ചേരുന്ന ആ സമയത്താണ് ഞാൻ അങ്ങനെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്ന ഷെഡ്ലർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒറ്റ പെൻസിൽ ഡബിളി, അത് നിങ്ങൾക്ക് അത്യാവശ്യം ആ ടൈമിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. അതിപ്പം മാറി ആർട്ട് ലൈനിൽ നിന്നുള്ള പെൻസിലേക്കായി. എനിക്ക് നോക്കിയിട്ട് ആർട്ട് ലൈൻ ആണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പെയിൻസ് അധികം വരാത്ത പെൻസിലാണ്, കാരണം അത്യാവശ്യം ചാർക്കോളും ആണ്, മിക്സഡ് ആണ്. ഈ ഒരു പെൻസിലിന് അധികം വലിയ ബഡ്ജറ്റും ഇല്ല. മറ്റേത് ഒരെണ്ണം മേടിക്കുന്ന ആ ഒരു ബഡ്ജറ്റിലാവും ഇതിന്റെ ഒരു സെറ്റ് കിട്ടുക. ബട്ട് എനിക്ക് കംഫർട്ട് തോന്നിയിട്ടുള്ള ഇതാണ്. ഇതിനകത്ത് കൂടുതൽ ഞാൻ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ചെയ്യുന്ന ഷീറ്റ് ഐവറി, അതിനൊരു മാറ്റമില്ല. അന്നും ഇന്നും ഐവറി ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ മാറ്റി ഉപയോഗിച്ച് നോക്കിയിട്ടും എനിക്ക് അത്ര കംഫർട്ട് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്ത് വന്ന രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അടിയിൽ ഷീറ്റ് ആയിരുന്നു. ഷീറ്റ് മാറ്റി ഈ ടൈലിട്ടു. ഇത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും, ക്ലീൻ ആക്കാൻ പറ്റും. ഓരോ വർക്ക് കഴിയുമ്പോഴും ഡസ്റ്റ് പിടിക്കും, അത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കണ്ടറിയും അത്യാവശ്യം ഡസ്റ്റ് എല്ലാം പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് എന്ത് ഒരു വർക്ക് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ക്ലീൻ ആക്കുന്നു, അത് മൊത്തം ക്ലിയർ ആയി പോകുന്നു. പിന്നെ മ്യൂസിക്കിന്റെ ഇതിനു വേണ്ടി ലാപ്പ് ഓൺ ആക്കാൻ നോക്കിയപ്പോൾ ലാപ്പ് അടിച്ചു പോയി. ഉപയോഗിക്കാതെ എല്ലാം കൊണ്ടാണ് തോന്നുന്നു. ചാർജ് കയറുന്നുണ്ട്, ബട്ട് ഓൺ ആവില്ല. ഒന്ന് ലൈറ്റ് മിന്നു ഓഫ് ആകും, ആ ഒരു അവസ്ഥ. ഇത്രയാണ് മ്യൂസിക്. നമുക്ക് അറിയാലോ, ഏകദേശം പാട്ട് കേട്ടിട്ടേ നമ്മൾ എന്താണെങ്കിലും വരയ്ക്കാൻ നിൽക്കത്തുള്ളൂ. അതിനുവേണ്ടി തന്നെ ഒരു സൗണ്ട് ബാർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു ലൈറ്റിങ്ങിന്റെ പരിപാടി. ഇവിടെ നല്ല പ്ലഗ് പോയിന്റ് വന്നിട്ടുള്ള അപ്പറേന്നാ കേട്ടോ. ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ കെയർ ഓഫിൽ ഇങ്ങനെ ഒരു ക്ലിക്ക് ആക്കിയിട്ടുണ്ട്. ഇത് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ലൈറ്റിങ് ആക്കിയിട്ടുള്ളതാണ്. സിമ്പിൾ സെറ്റപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിൽ ഒരു ലൈറ്റിന്റെ സിസ്റ്റം ആക്കിയതാണ്. ഇതാക്കിയിട്ടുള്ളത് ഇവിടെ അടിച്ചിട്ട് ഈ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഇതാക്കി, ഒരു ബെർത്ത് പോലത്തെ ആക്കി. അത്തലാണ് സ്പീക്കർ വെച്ചിട്ടുള്ളത്. അത്തേന്ന് തന്നെയാണ് ഈ ഒരു ബോൾട്ട് വന്നിട്ടുള്ളത് ലൈറ്റിന്റെ. ഇതെന്റെ ഫ്രണ്ട് ഷിജിത്ത് എന്ന് പറയുന്ന ചങ്ങായി ചെയ്തതാണ് കേട്ടോ. കട്ട ഫ്രണ്ടാണ് എന്നെ അത്ര സപ്പോർട്ട് ചെയ്തത്. എന്റെ ആദ്യത്തെ ഒരു പോർട്രേറ്റ് തന്നെ അവന്റെ ഗറഫിലായിരുന്നു. അവനൊരു പോർട്രേറ്റ് വരച്ചു കൊടുത്തപ്പോ ആണ് എനിക്ക് അത്ര നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോർട്രേറ്റ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ. ഇതിപ്പം അഡ്ജസ്റ്റബിൾ ആണ്, കാരണം വേറൊന്നുമല്ല. ഇപ്പം നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഓരോ ഷെയ്ഡാണ് ഈ ഡ്രോയിങ്ങിന് വരുന്നത്. സിംപിളി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലൈറ്റിന് ഓൾമോസ്റ്റ് എത്രയോ 200 സംതിങ്ങും, ബാക്കി ക്ലാമ്പ് എല്ലാം കൂടെ ഒരു 500 രൂപ അത്രയേ ഉള്ളൂ. ഈ ബോർഡെല്ലാം ഇവിടെ പഴയത് കിടന്നു തന്നെയാണ്, അതെല്ലാം കൂടെ ആക്കി ഓൾമോസ്റ്റ് ഒരു 1500 രൂപയ്ക്ക് ഈ സംഭവം എല്ലാം കഴിഞ്ഞു. എനിക്ക് കയ്യിലെത്തുന്ന ദൂരത്തിൽ എല്ലാ സംഭവം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിന് സെപ്പറേറ്റ് ആട്ടോ, സ്പീക്കറിന് നോക്കണ്ട. ഇത്തരം 3 ഷെയ്ഡാണ് വരുന്നത്. വാമുണ്ട്, പ്യൂർ വൈറ്റ് ഉണ്ട്, മിക്സഡ് ഉണ്ട്. മിക്സഡ് ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതും ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് അത് മാച്ച് ചെയ്യാനായിട്ട്. പിന്നെ റെഫറൻസ് എല്ലാം നോക്കുന്ന ഐപാഡിലാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു വർക്കിന്റെ റെഫറൻസ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഒന്നിച്ച് ചെയ്തിട്ടുള്ളതാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി നമുക്ക് ചെയ്തു കൊടുത്തു. ആഫ്റ്റർ മാരേജിന് എങ്ങനെ നിൽക്കുന്നോ ആ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വർക്കുകളെല്ലാം ചെയ്യാനായിട്ട് ഐപാഡ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. വീഡിയോസ് എല്ലാം ഇതിനകത്തായിരുന്നു ഞാൻ ആദ്യം എഡിറ്റ് ആക്കിക്കൊണ്ടിരുന്നത്. ആദ്യം മേടിച്ച പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വീഡിയോസ് എഡിറ്റ് ആക്കുന്ന ഇതിനകത്തുനിന്നായിരുന്നു. പക്ഷെ ക്യാപ്കട്ട് ഒന്നും സപ്പോർട്ട് ചെയ്യില്ലെന്നൊക്കെ അറിയാലോ. പിന്നെ പയ്യെ ഞാൻ ക്യാപ്കട്ടിലേക്ക് തന്നെ മാറുകയാണ് ചെയ്തത്. ഡാവിഞ്ചി റിസോഴ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അത്ര ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ഇതിന്റെ ഒപ്പം മാജിക് ബോർഡും കൂടെ വേണമെന്നുള്ളത് കൊണ്ട് നടക്കുന്നില്ലായിരുന്നു. ഇത് ഈ ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു, ഐപാഡ് പ്രോ ആണ്, 11 ഇഞ്ച് 4th ജെൻ. ഒരു 2 കൊല്ലമായി ഓൾമോസ്റ്റ് മേടിച്ചിട്ട്. ഇപ്പം എനിക്ക് ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വീഡിയോ എഡിറ്റിങ്ങിനാണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അല്ലാതെ ഡ്രോയിങ് ബേസ് ആണെങ്കിലും എന്തും. ഇപ്പം ഗെയിമിംഗ് അല്ല, ഓൾമോസ്റ്റ് ഞാൻ ഫോണിൽ ഗെയിമിങ്ങിന്റെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പബ്ജി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ട ചെറിയ പെസ്, പബ്ജി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് ചെയ്യുന്നത്. അതെനിക്ക് ഉപകാരമായിട്ടുണ്ട്. പിന്നെ ലാപ്പ് ആർക്കിടെക്ചർ ആണ് പഠിച്ചത്, അപ്പം അതിന്റെ ഭാഗമായിട്ട് എടുത്തതാണ്. പക്ഷെ ഇപ്പൊ അടിച്ചുപോയി ഗൈസ്, അടിച്ചുപോയി. സ്പീക്കർ വന്നിട്ടുള്ളത് TCLന്റെ സൗണ്ട് ബാർ ആണ്. പാട്ട് കേട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറെ ഒന്നിലും കിട്ടാറില്ല. പിന്നെ പെൻസിൽ ഞാൻ പറഞ്ഞല്ലോ ആർട്ട് ലൈൻ ആണ് ഉപയോഗിക്കുന്നത്. ലോക്കൽ സെറ്റപ്പിലുള്ള പരിപാടീസേ ഉള്ളൂ. സീറോ, മോണോ ഇറൈസർ അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ നോർമൽ ഇറൈസറും ആണ് ഉപയോഗിക്കുന്നത്.
സ്മഡ്ജിങ്ങിന് വേണ്ടി പേപ്പർ സ്മഡ്ജറാണ് ഉപയോഗിക്കുന്നത്. ബഡ്സ് ഇല്ലേ, ബഡ്സും ഉപയോഗിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനം മേടിച്ചിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. എല്ലാം ലോക്കൽ സെറ്റപ്പിലാണ്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും ഗ്രെയിൻസ് അടിക്കത്തില്ലെന്ന്. ഓഫ് കോഴ്സ് ഗ്രെയിൻസ് അടിക്കും. നമുക്ക് അത്ര ഒരു റിസൾട്ട് ആ പെൻസിലിൽ നിന്ന് തരാൻ പറ്റുള്ളൂ. പെൻസിലിൽ നിന്ന് തരാൻ പറ്റുന്നതിന്റെ മാക്സിമം റിസൾട്ട് അത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാലും അറിയായിരിക്കും അത്യാവശ്യം നല്ല ഷെയ്ഡ് ആവും. പിന്നെ ഏറ്റവും അവസാനം ഡാർക്ക് ആവേണ്ട ഭാഗങ്ങളിൽ ചാർക്കോൾ പൗഡർ നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ അതിനുവേണ്ടി തന്നെ ഒരു മേക്കപ്പിന്റെ ഒരു ബ്രഷ് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒപ്പം നമ്മുടെ ഫിക്സേറ്റീവും കൂടെ അടിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് വർക്കിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ വാളാർട്ട് എന്റെ ഒരു ലൈഫിൽ എന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമായിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഗുണമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ പോർട്രേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വാളാർട്ടിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അത്യാവശ്യം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്നവര് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ഇനി നന്നാക്കണ്ടേ, എല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയട്ടോ. അപ്പം ഇതിൽ നല്ല വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അതുവരേക്കും ബൈ.